മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെറിയവരും വലിയവരും വൈദികരും സിസ്റ്റേഴ്സും പ്രേക്ഷിതരും ശുശ്രൂഷകരും ഒക്കെ ഒരുമിച്ചിരുന്ന് ശ്രവിക്കുന്ന ജെറുസലേം പ്രയർ ലൈനിലേക്ക് ഇതാ നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. വചനം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഈശോ നമ്മോട് സംസാരിക്കുന്ന വചനങ്ങളായി ഓരോ വചനങ്ങളെയും സന്ദേശങ്ങളെയും നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനയോടെ, പ്രാർത്ഥനയുടെ പിൻബലത്തോടെ ഈ വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധരുടെ സജീവമായ സാന്നിധ്യം നമുക്കുണ്ടാകട്ടെ. പ്രത്യേകമായ വിധത്തിൽ വിയാനി പുണ്യവാൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥങ്ങളിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിക്കുകയാണ്. സ്വർഗനിവാസികളുടെ സാന്നിധ്യം ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങൾക്കും ഓരോ കൂട്ടായ്മയ്ക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവ് നമുക്ക് വചനം തരുന്നു. ഏശയ്യയുടെ പുസ്തകം 45 അധ്യായം 2 വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലകൾ ഒടിക്കുകയും ചെയ്യും. മകളെ, നമ്മുടെ പ്രതിസന്ധികൾ എത്ര വലുതുമായി കൊള്ളട്ടെ, അവയെ തകർക്കാൻ ഏത് ശക്തിയും കടന്നു വന്നുകൊള്ളട്ടെ, എന്നാൽ അതിന് മുൻപേ പിതാവായ ദൈവം, പുത്രനായ ദൈവം നമുക്ക് മുൻപേ പോയി ആ തിന്മയുടെ ശക്തികൾ തകർക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇത് ഒരു ആത്മീയ പോരാട്ടമായി നമ്മൾ കാണണം. ശരീരത്തിലെ അധമവാസനകൾ നിഷ്കാസനം ചെയ്തുകൊണ്ട് അനുദിന ജീവിതത്തിലെ അമിതമായ ഉറക്കവും അമിതമായിരിക്കുന്ന സുഖസൗകര്യങ്ങളും അമിതമായിരിക്കുന്ന സംസാരപ്രിയങ്ങളും എല്ലാം എടുത്തുമാറ്റി, ദുർമോഹങ്ങൾ എടുത്തുമാറ്റി ഉപവാസവും അതുപോലെ തന്നെ ജാഗരണവും കുരിശന്റെ വഴിയും ത്യാഗങ്ങളും ചെയ്യുന്ന ഒരു ആത്മീയ പോരാട്ടത്തിന് നമുക്ക് തയ്യാറാകാം. ഇതാ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭ ഉണരട്ടെ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ വളരട്ടെ, ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തിന്മയുടെ ശക്തികൾ മാറിപ്പോകട്ടെ, ജോലി സ്ഥലങ്ങളുണ്ടാകുന്ന കാലതാമസങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ ഈശോയെ, എല്ലാവിധ മക്കളുടെയും വിവിധ തരത്തിലുള്ള തടസ്സങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. വിസ തടസ്സം മാറട്ടെ, വിവാഹ തടസ്സം മാറട്ടെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഓരോ ദേശങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും വചനത്തിൻ്റെ വലിയ സാക്ഷികൾ ഉണ്ടാകാൻ കർത്താവ് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയതായിരിക്കുന്ന അനുഗ്രഹം വന്നു നിറയട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ വന്ന് ആശീർവദിക്കുന്നത് കാണുന്നില്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇതാർക്കെല്ലാം ഷെയർ ചെയ്യുന്നുവോ ആ കുടുംബങ്ങളിലെല്ലാം കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും പ്രത്യേകമായ സാന്നിധ്യവും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.